Psalms 23. Most of the time, we think the Lord is my shepherd. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് Lord is our shepherd എന്നല്ല, Lord is my shepherd. യേശു തന്നെ പറഞ്ഞ ഒരു കാര്യം we learned in Matthew 25 verse 31 and 32 when Jesus was talking about judgment. He said when he is going to come back, ഇപ്പൊ എങ്ങനെ തിരിച്ചു വരുന്നത്, he's not going to come back as a shepherd, but he's coming back as a king. When the king is coming back, he's going to separate two groups of people. എന്തൊക്കെയാ മാറ്റുന്നത്? ഷീപ്പിനെയും ഗോട്ടിനെയും മാറ്റുന്നു. A shepherd never leads a goat. ഗോട്ടിനെ ലീഡ് ചെയ്യുന്നത് ഗോട്ട് ഹേർഡ് എന്ന് പറഞ്ഞ ഒരാൾ. ആടിനെ നയിക്കുന്നത് അല്ലെങ്കിൽ ഗോട്ടിനെ, ചെമ്മരിയാടും കോലാടും. കോലാടിനെ അല്ല ഷെപ്പേർഡ് നയിക്കുന്നത്. There are two kinds of leaders. ഇവരുടെ സ്വഭാവം വളരെ വ്യത്യാസമാണ്. I want us to understand that. ഷെപ്പേർഡിന്റെ ശബ്ദം അനുസരിച്ച് കൂട്ടം കൂട്ടമായിട്ട് നടക്കുന്നത് ഷീപ്പ്. ഗോട്ട് ഹേർഡ് എന്ന് പറയുന്ന ആള് ഗോട്ടിനെ നടത്തുന്നത് എങ്ങനെയാണെന്നറിയാം? ഗോട്ട് പോകുന്ന വഴിയിൽ, കാരണം ഇതെല്ലാം പല വഴിയിലാണ് പോകുന്നത്, ഇവര് കൂട്ടമായിട്ട് പോകത്തില്ല, അവര് തോന്നുന്നിടത്താ പോകുന്നത്. അവരുടെ പുറകെ നടന്ന് ഇവരെവിടെ പോകുന്നു അന്വേഷിക്കുന്ന ഒരാളാണ് ഗോട്ട് ഹേർഡ്. You understand? And there are 5 differences between a goat and a sheep. ഞാൻ ബൈബിളിലുള്ള കാര്യമല്ല പറയുന്നത്, അവര് ആയിരിക്കുന്നതിലുള്ള വ്യത്യാസം. ഒന്ന്, എല്ലാ ഗോട്ടിനും കൊമ്പുണ്ട്, എല്ലാ ഗോട്ടിനും മേളോട്ടാ നിൽക്കുന്നത്. ഷീപ്പിന് നല്ല പങ്കിന് കൊമ്പില്ല, ചിലതിനുണ്ട്, പക്ഷെ അത് ചുരുണ്ട് പുറകോട്ടിരിക്കുന്നത്. ആത്മീയാർത്ഥം മനസ്സിലായി കാണുമല്ലോ. ചില ആത്മീയർക്ക് എന്തോ ഉണ്ട്, കൊമ്പുണ്ട്. നമുക്കെല്ലാം എന്ത് വേണം? കൊമ്പ് വേണം താല്പര്യപ്പെടുന്നവരാ. 2, ഷീപ്പ് കൂട്ടം കൂട്ടമായിട്ട് നടക്കത്തുള്ളൂ, ഗോട്ട് കൂട്ടമായിട്ട് നടക്കത്തില്ല, എല്ലാം പല വഴിക്ക് നടക്കത്തുള്ളൂ. ഷീപ്പിന് കൂട്ടത്തിൽ ഒരാൾ പോയാൽ കൂട്ടത്തിലുള്ള ഷീപ്പ് നെർവസാണ്, അവരുടെ നേച്ചർ, അവര് വെപ്രാളം പിടിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് പിന്മാറ്റത്തിലാണ് നമുക്കൊരു വെപ്രാളം വരുമോ? ഇല്ലെങ്കിൽ നമ്മൾ ആരാ? ഗോട്ട. നമ്മളാരാ? ഗോട്ട. ഇത് കഴിക്കുന്നതിനും വലിയ വ്യത്യാസമാണ്. ഷീപ്പ് കീപ്പോട്ട് നിന്നാ കഴിക്കുന്നത്. എന്തോ തിന്നത്തുള്ളൂ? ഗ്രാസ്. താഴോട്ട് നിന്ന് മാത്രമേ. ഇറ്റ് വിൽ ലുക്ക് ഡൗൺ ആൻഡ് ഈറ്റ്. ഗോട്ട് താഴോട്ട് നിന്ന് കഴിക്കത്തേ ഇല്ല, നേരെ ഉള്ളതും മേളിലോട്ടുള്ളതും മാത്രമേ കഴിക്കത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞതിന്റെയൊക്കെ ആത്മീയ അർത്ഥം ഇനി when we learn we will understand. ഷീപ്പ് എന്ത് ചെയ്യും? താഴോട്ട് മാത്രമേ നോക്കി കഴിക്കത്തുള്ളൂ. ഗോട്ട് എന്തോ ചെയ്യും? ഒന്നി നേരെ അല്ല മേളിലോട്ട്. അത് മാത്രമല്ല, ഗോട്ടിന് വേറെ ഒരു കുഴപ്പമുണ്ട്. ഇത് പുല്ല തിന്നുന്നത്, പുല്ല് കംപ്ലീറ്റ് ആയിട്ട് തിന്നും. ഗോട്ട് എങ്ങനെയാണെന്നറിയോ? കടിച്ചു പറിക്കുക. ഈ വളരാത്തതും ഒക്കെ ഇല കടിച്ചു കടിച്ചു പറിക്കുക. And that's why most of the time goats are unhealthy but sheep are very strong. You understand? And one more thing, if you know, ഇതിന്റെ ലിപ്സ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഗോട്ടിന്റെ ലിപ്സ് നമ്മുടെ ലിപ്സ് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. ഷീപ്പിനൊരു വെട്ടുണ്ട് ഇവിടെ. എല്ലാ ഷീപ്പിനും ഒരു വെട്ടുണ്ട്. Because when it eats grass, it knows how to pick the right one. It knows how to pick the right one. അതിനെന്തോ ഉണ്ട്? ഒരു വെട്ടുണ്ട്. ഗോട്ടിന് ഒരിക്കലും അതിന്റെ ഗോട്ട് ഹെഡിന്റെ ശബ്ദം തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ല. They don't have that ability. But ഷീപ്പിന് ശബ്ദം കേട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഷീപ്പിന് എന്ത് പറ്റത്തുള്ളൂ? ശബ്ദം കേട്ട് മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ. ഗോട്ടിനെല്ലാം പേരുണ്ട്. ഞങ്ങള് ഒരു ഗോട്ട്സിനെ പോയി കണ്ടു, എല്ലാരും പോയി കണ്ടപ്പോൾ അവിടെ നടത്തുന്ന ആള് തന്നെ പറഞ്ഞു, ഇതിന് ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ട്. ഇത് ഏറ്റവും വലിയ പുള്ളി, ഇത് അടുത്ത ആള്, അങ്ങനെ ആത്മീയഗോളം അങ്ങനെ അല്ലയോ, നമ്മൾ ഹൈറാർക്കിയലായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പുള്ളി ആരാ? ഷീപ്പിന് എന്തില്ല? വലിയ പുള്ളിയില്ല. ഗോട്ടിന് പുറത്തുനിന്ന് ഇതിന്റെ പേരറിയാം. ഇത് മെയിൻ പുള്ളി, ഇത് അടുത്ത പുള്ളി. ഷീപ്പിന്റെ പേരറിയത്തില്ല. ഷെപ്പേർഡ് മാത്രം ഇടുന്ന പേര്. അത് കർത്താവ് പറഞ്ഞു.
The Lord puts name for the sheep. ഷീപ്പിന് പൂളുണ്ട്. എന്തുകൊണ്ട്? പൂളുണ്ട്. അത് കത്തിരിച്ച് പലതിനും ഉപയോഗിക്കാം. ഗോട്ടിന് ഹെയർ ഉണ്ട്, കാണാൻ യോഗ്യന, ഒരു പ്രയോജനമില്ല ആ ഗോട്ടിന് ഹെയർ. ഇതൊക്കെയാണ് ഗോട്ടും ഷീപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇവരെ രണ്ടുപേരെ ഒരു നേതാവിന് നടത്താൻ പറ്റത്തില്ല. കാരണം നേതാവിന് വ്യത്യാസം. You understand? So there is a distinction between goat and sheep. And when Jesus said, I will separate the goat and sheep, Jesus expected us to study the nature of sheep and goat so that you will really know what does it mean. You understand? Now that is Matthew chapter 25 verse 31 and 32. He said when he is going to come back. മനുഷ്യപുത്രൻ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച്. So there can be a goat and a sheep probably in the church, but the separation happens only when Jesus comes back. And Jesus very clearly said there is a separation that happens between the goat and the sheep. What did Jesus talk about the nature of sheep? Let's read John chapter 10 verse 1 to 5. Jesus is explicitly talking about the nature of sheep. നമുക്ക് പലപ്പോഴും ഷെപ്പേർഡിന്റെ ക്വാളിറ്റി അറിയാനാണ് ഇഷ്ടം, അല്ലേ? നമുക്ക് എന്താ ഇഷ്ടം? ഷെപ്പേർഡ് അങ്ങനെ ചെയ്യും, ഷെപ്പേർഡ് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പക്ഷെ ഗോട്ടാണ് ഷെപ്പേർഡ് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഷെപ്പേർഡ് ആരുടെയാ? ഷീപ്പിന്റെ, ഗോട്ടിന്റെ അല്ല. You understand? But what did Jesus talk about the sheep? വായിച്ചേ. ഷീപ്പിന് ചില പ്രത്യേകതകളുണ്ട്. വായിച്ചേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ. അതായത് ഷീപ്പ് എവിടെ നിൽക്കും? ആട്ടിൻ തൊഴുത്തിൽ. They all are together. They flock together. They cannot live independently. They are dependent on each other. They go together. God's children live together, move together because you grow together. You understand? Because you are in a flock. You care for each other. വായിച്ചതാട്ടെ. വാതിലിലൂടെ കടക്കാതെ The sheep goes out only through the door. Sheep goes only through one way. തോന്നുന്ന രീതിയിൽ ഇഷ്ടമുള്ളിടത്തല്ല പോകുന്നത്. എന്നിട്ട് വായിച്ചേ ഫസ്റ്റ് 2. Sheep understands the voice of the shepherd. Sheep understands the voice of the shepherd. And then what happens? The shepherd names the sheep. Sheep അല്ല സ്വന്തം പേരിടുന്നുണ്ട്. ഗോട്ടിന്റെ അകത്ത് അവർ വലിയ പുള്ളികളാ. ബട്ട് ഷീപ്പിന്റെ അകത്ത് എന്താ? അവർക്ക് ആർക്കും ഒരു വ്യക്തിത്വമോ ഒന്നുമില്ല. കർത്താവ് കൊടുക്കുന്ന വ്യക്തിത്വമേ ഉള്ളൂ അവർക്ക്. The Lord calls them by name. And then why is God calling them by name? To lead them. അങ്ങനെ പറഞ്ഞില്ലേ? He names them, he calls them by name and lead them out. തനിക്കുള്ളവയൊക്കെ പുറത്തുകൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. So who leads the sheep? The shepherd leads the sheep. The shepherd named you so that he can lead you. The shepherd saved you so that he can lead you. വായിച്ചതാട്ടെ. അവനെ അനുഭവിക്കുന്നു. Your walking is by recognizing the voice of the shepherd. നടക്കുന്നത് ഷെപ്പേർഡിന്റെ ശബ്ദം കേട്ട് മാത്രമാ. എന്ന് പറഞ്ഞാൽ ഷെപ്പേർഡിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, കേട്ടിട്ടില്ലെങ്കിൽ നടപ്പില്ല. നടപ്പ് ഇല്ല. എനിക്ക് അറിയാവുന്ന ഒരു ദേവദാസൻ പറഞ്ഞത്, ഇന്ന് ഇവിടുന്ന് പരിശുദ്ധാത്മാവ് എടുത്താലും ഈ സഭയിലെ ഇന്നത്തെ ആരാധന അങ്ങനെ തന്നെ പോകും. കർത്താവ് ഇല്ലെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാം. കാരണം നമ്മൾ ആരാ? ഗോട്ടാന്ന് പറ. ഗോട്ടാണെങ്കിൽ ഇത് ചെയ്യത്തുള്ളൂ. കാരണം ഗോട്ടിന് ആരെ ആവശ്യമില്ല? ഷെപ്പേർഡിനെ ആവശ്യമില്ല. ഷീപ്പ് ആണെങ്കിൽ he doesn't know what to do. ഷീപ്പിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഭയങ്കരമായിട്ടൊക്കെ വരുള്ളൂ.
സ്ട്രേ നല്ല സാധ്യതയുണ്ട്. അത് തിരിച്ചറിയുന്നതാണ് ഷീപ്പ്. അത് തിരിച്ചറിയുന്നതാണ് ഷീപ്പ്. തിരിച്ചറിയണം. കാരണം ഇവന് ശബ്ദമില്ലാതെ അനങ്ങാൻ പറ്റത്തില്ല. അങ്ങ് വെപ്രാളോ, ഏറ്റവും നെർവസ് ആവുന്ന ഒരു ആനിമലാണ്. ഭയങ്കര ഒരു ഗോട്ടിന് ഒരു വിഷയമല്ല. ഗോട്ടിന് ഷെപ്പേർഡല്ല. ഇനി പുറകെ ആള് വന്നാലും പ്രശ്നമൊന്നും ഇല്ല. അവന് കുറച്ച് കഴിക്കണം, മുമ്പോട്ട് പോകണം. അടുത്ത വാക്യമായി ശരി. അന്യന്മാരുടെ ശബ്ദം അറിയാനുണ്ട്. അന്യന്മാരുടെ ശബ്ദം അറിയത്തില്ലെന്ന് ഇന്ന് പലരും എക്സോട്ടേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം, ലോകത്തിന്റെ ശബ്ദം അവന് അറിയത്തില്ല, അതുകൊണ്ട് അതിന്റെ പുറകെ പോകത്തില്ല. നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ ശബ്ദം അറിയാം, പോകാതിരിക്കാൻ ശ്രമിക്കുന്നവരാ. വി നോ ദ വോയിസ്, വി നോ ദ നോയ്സ്, we know everything, but we try not to go. But the shepherd will not, the sheep will not go. You know why? Because he does not recognize the voice of the world, of the stranger, but he'll flee from him. What is എഴുതിയിരിക്കുന്നത്? Flee from him. Flee എന്നല്ലേ എഴുതിയിരിക്കുന്നത്? മലയാളം ഓടും. നമുക്ക് നമ്മളങ്ങ് ശ്രമിക്കുക. This voice is strange to me. I am not able to recognize this voice. Therefore, I'll flee. Now you understand the quality of sheep? ആണല്ലോ? Yes. Okay. ഇനി വിഷയത്തിലേക്ക്, ഇത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. Psalms 23 is our topic. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയാൽ, the Lord is my shepherd. The Lord is my shepherd. The Lord is My shepherd. because I am his sheep. I am a sheep. ഞാൻ goat അല്ല. I'm not a goat. Not a goat. എനിക്ക് കൊമ്പില്ല. പിന്നെ ഇതിന് ഭംഗിക്ക് എന്തെന്നറിയാം, ഷീപ്പിന് താടിയില്ല. ഗോട്ടിന് എന്തുകൊണ്ട് താടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു ഗ്ലാമർ ഒക്കെ ഉള്ള പുള്ളിയാണ്, തലയൊക്കെ ഉയർത്തി തോന്നുന്ന രീതി നടക്കുന്നത്. I am not that. I am not. When the world is looking, you cannot recognize one sheep from the other sheep. But the master, the shepherd, knows them by name. But when you look at a goat, outside they can recognize because they all look different. You understand? Goat children should look. See, God's children should look the same. One of my friends always said, when all of us should preach, you should not recognize the preacher because the message is same, because the shepherd is speaking through us. You understand? There's no distinction between any one of us. Now, I want to talk about 4 things from Psalms 23. Let's turn to Psalms 23. അവിടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾ പലതും അവിടെ എഴുതിയിട്ടുണ്ട്, അല്ലേ? യു, ഹി. നമ്മൾ മിസ്സാവുന്നൊരു കാര്യമുണ്ട്, ഐ. ഇത് 3 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, വാട്ട് ഹി ഡസ് ഫോർ മീ. പിന്നെ വാട്ട് യു ഡു. ബട്ട് ഐ, എന്റെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. What are the 4 things the psalmist is talking about I? ഇന്ന് നമ്മൾ അതാ പഠിക്കാം. I'm going to read it. Verse 1, it says, I shall not want, even though I walk through the valley of the shadow of death. I fear no evil, for you are with me. I will dwell in the house of the Lord. And those 4 കാര്യങ്ങൾ എന്തൊക്കെയാ? 1, I shall not want. That I am content in my life. I am content. I am content. Not today, even tomorrow. I shall not want. A true sheep is content because he has a shepherd. You understand what I'm saying? A true sheep is content. A true sheep is content. ശക്തമായിട്ടൊന്ന് A പറഞ്ഞു. true sheep. Are you content? Yes. Yes. And are you content? Yes. Are you content? The confidence is not with what I have. The confidence is that I am content because I have a shepherd. Amen. സങ്കീർത്തനം 23-ന്റെ അകത്ത് യഥാർത്ഥ ഷീപ്പ് ആണെങ്കിൽ I am content എന്ന് പറഞ്ഞ് I am content. I'm content. Philippians 4:11 അങ്ങനല്ലേ, I've learned to be content. 2, even though I walk through the valley of death. 1, ഷീപ്പിന് അറിയാം ഡേഞ്ചർ ഉണ്ടെന്ന്. I'm clear that I can go through trouble in my life. കർത്താവ് തന്നെ പറഞ്ഞു, ഈ ലോകത്തിൽ എന്തുകൊണ്ട്? Trouble. കഷ്ടതയുണ്ട്.
പെയിൻ-ഫ്രീ ക്രിസ്ത്യൻ ലൈഫ് അല്ല, പെയിൻ-ഫ്രീ ക്രിസ്ത്യൻ ലൈഫ് അല്ല, പ്രിപ്പറേഷൻ ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ് ത്രൂ പെയിൻ ആണ് ക്രിസ്ത്യൻ ലൈഫ്. Understand what I'm saying? പെയിൻ-ഫ്രീ ക്രിസ്ത്യൻ ലൈഫ് അല്ല, പിന്നെ എന്താ? Preparation. Preparation for eternity through pain. അത് കർത്താവ് ഒരു ശിശുവിന്റെ ജനനത്തിൽ കൂടെ പോലും പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, ഒരു പെയിനിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. സോ there is pain. I am clear എന്ന് പറഞ്ഞ ഷീപ്പ് ക്ലിയർ എന്തുകൊണ്ട്? I am clear. There is tough times in the world, but I don't care. You know why? I have a shepherd. Amen. Number 3, I fear no evil. Hallelujah. I fear no Evil. I am confident in my shepherd. I don't glorify evil and trouble more than my shepherd. കാരണം ഈ ഷെപ്പേർഡ് വീഴാതെ എന്നെ ഒരു സാധനം തൊടത്തില്ല. ഐ എം കോൺഫിഡന്റ് എന്ന് പറഞ്ഞ് I am confident. ഐ എം കോൺഫിഡന്റ് എന്തോന്നാ? ഇൻ മൈ ഷെപ്പേർഡ്. 4, എന്റെ കംഫർട്ട് എന്തോന്നറിയാം? I will dwell in the house of the Lord forever and ever. Last one. I'll dwell in the house of the Lord ever. That's my comfort. എന്റെ ആശ്വാസം അതാ, എന്റെ ഹോപ്പ് അതാ, എന്റെ പ്രത്യാശ അതാ, എന്റെ അടിസ്ഥാനം അതാ, ഞാൻ നിലനിൽക്കുന്നത് തന്നെ അതാ. ഞാൻ I will dwell in the house of the Lord Forever. I will എന്ന് പറഞ്ഞ പിശാച് ജനിച്ച് ഇല്ലയോ? പക്ഷേ അങ്ങനെ 5 പ്രാവശ്യം I will sit over there. എന്നാൽ ഒരു ഷീപ്പും I will പറയും. എന്ത് പറയുന്നത്? I will dwell in the Lord. I will dwell in the house of the Lord. I will fear no evil. I will know that I will walk through trouble. I know that I shall not want. എന്തുകൊണ്ട്? How am I content? Okay, നമ്മൾ അത് 4 കാര്യം പഠിക്കും. അന്നേരം എന്തൊക്കെയാ ഒന്ന് പറഞ്ഞ്? Content. I'm content. I shall be content. I'm clear. I'm clear that I will go through tough times in life. 3, I'm confident my shepherd got it. I'm confident my shepherd got it. എന്റെ ഒരു കംഫർട്ട്, എന്റെ ഹോപ്പ് എന്തോ? I will dwell. ഈ 4 മറുപടി എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നത്? Why am I content? Because he makes me like. Verse 2. വായിച്ചേ. He makes me like. ഒരു ഗോട്ടിന് പാസ്റ്ററിൽ കിടക്കാൻ പറ്റത്തില്ല, കാരണം ഗോട്ടിന് ഗ്രാസ് അല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഗോട്ടിന് എന്തല്ല വേണ്ടത്? ഗ്രാസ് അല്ല വേണ്ടത്. ഞാൻ ഗ്രീൻ പാസ്റ്ററിൽ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കുന്നതിനെന്നറിയോ? എനിക്ക് വലിയ കാറും, എനിക്ക് വലിയ വീടും, വലിയ കാര്യങ്ങളോ. ഇവിടെ പറയുന്നത് ഗ്രാസിന്റെ കാര്യമാ. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് he leads me besides quiet waters. ക്വയറ്റ് വാട്ടറും പാസ്റ്ററും അല്ല ഗോട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്തില്ലാത്തത്? കണ്ടന്റ്മെന്റ് ഇല്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. കണ്ടന്റ്മെന്റ് ഇല്ലാത്തതിന് കാരണം ഷെപ്പേർഡ് തരാത്തത് കൊണ്ടല്ല, ഗ്രാസും ക്വയറ്റ് വാട്ടറും അല്ല നമ്മുടെ ആഗ്രഹം. എന്ത് ചെയ്യൂ? ഗ്രാസും ക്വയറ്റ് വാട്ടറും. 1 തെസ്സലോനിയർ 4:11-12. What is green pasture? 1 Thessalonians chapter 4 verse 11 and 12. What is green pasture? What is quiet waters? Is the quiet water എന്ന് പറയുന്നത്? 1 Thessalonians 4 verse 11 and 12. And to aspire to live quietly. അന്നേരം നമ്മുടെ അംബീഷൻ അതായിരിക്കണം. Our ambition is what? To live a quiet life. എന്തോ ഒന്ന് പറഞ്ഞ എല്ലാരും എന്ന് പറഞ്ഞേ? To live a quiet life. നമ്മൾ ജീവിക്കുന്നത് 10 പേരൊന്ന് കാണണം, ഇല്ലയോ? അതാരുടെ സ്വഭാവമാ? ഗോട്ടിന്റെ സ്വഭാവം. അതാരുടെ സ്വഭാവമാ? ഗോട്ടിന്റെ സ്വഭാവമാ. ദൈവവചനം പറയുന്നു, this is your ambition, that you will live a quiet life. എന്തോ ഈ quiet life അവിടെ തന്നെ പറയുന്നുണ്ട്, വായിച്ചേ. And to mind your own affairs. സ്വന്തം Business. സ്വന്തം കാര്യം നോക്കണം. സ്വന്തം കാര്യം നോക്കണം. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. എന്നിട്ട് വായിച്ചേ. And to work with your hands. സ്വന്തം കൈ കൊണ്ട് വർക്ക് ചെയ്യണം.
as we instructed you. ഇതാ പൗലോസ് തെസ്സലോനിയരെ പഠിപ്പിച്ചത്. Mind your own business. Walk with your hand. Live a quiet life. എന്തിനാ? So that you may walk properly before outsiders and മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയ്ക്കും ക്രോസിന് മാന്യതയ്ക്കും കർത്താവിന് മാന്യതയ്ക്കും ഡിസൈപ്പിൾ ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ you need to live a quiet life. Hallelujah. Praise the Lord. Praise the Lord. If you want to be known by everyone, you are a goat. Green pasture and quiet water is never going to make you content. ഞാൻ പറഞ്ഞത് മനസ്സിലായ? Green pasture and quiet water is never going to make you content if you are a goat. But if you are a sheep, green pasture sheep എന്താ ചെയ്തെന്നറിയാം? അവിടെ കിടന്ന് കാരണം കഴിയും. അടുത്ത പാസ്റ്ററിൽ ഓടിയില്ല. നമുക്ക് ഇന്നലെ കിട്ടിയത് ഇന്ന് പോരാ. 5 കൊല്ലം മുമ്പ് പ്രാർത്ഥിച്ചത് ഒക്കെ കിട്ടി. ഇന്നും ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ഈ പാസ്റ്ററിനും ഈ പുല്ലിനും ഈ ഓട്ടത്തിനും മാത്രം. കർത്താവെ, നിന്റെ പാസ്റ്ററിൽ ഇരിക്കാൻ, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ. I am so content. I'm telling you, the greatest examination that you can do in your Christian life is, are you a content Christian? Are you a Christian. Are you a content Christian? 10 പേര് അറിഞ്ഞില്ലെങ്കിൽ എന്നെ ദൈവം ഉപയോഗിക്കുന്നില്ലെന്ന് പറയുന്ന ഒരു ആത്മീയ ഗോളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്റെ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു. എന്റെ സഹോദരനെ ലോകം മൊത്തം അറിയുന്ന ശുശ്രൂഷകനാക്കി. എനിക്ക് സന്തോഷം. കർത്താവ് എന്നെയും കൂടെ എന്നെ ഉപയോഗിക്കാത്തത് ഞാൻ എന്തോ ചെയ്തു? എനിക്ക് സന്തോഷമാണ്. ആടിന്റെ സ്വഭാവം കാണിക്കരുത്. I'm ready to live a quiet life, minding my own business. മറ്റുള്ളവരുടെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല, ഉറക്കം വരത്തില്ല. So that you will become. Second one. I said you're clear on trouble. You're clear on trouble. Why are you so clear on trouble? And മറുപടി 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. നീതിപാതയിൽ നടത്തുമ്പോൾ എനിക്ക് വാല്യൂ ഇവിടുത്തെ ഒരു വിഷയമല്ല. കാരണം നടത്തുന്ന ആരാന്നറിയാം. Remember very clearly, if God is making you walk in the path of righteousness, the very first thing that you're going to walk through is the valley of death. അയ്യോ, കേൾക്കാൻ ഇഷ്ടമല്ല നമുക്ക് ഇതൊന്നും. You understood? എഴുതിയെടുത്തോണം. If you know that your shepherd is going to make you walk through the path of righteousness is fulfilled through the valley of death. You understand? നമുക്ക് വാല്യൂ ഓഫ് ഡെത്ത് ഇഷ്ടമല്ല, അയ്യോ റൈച്ചസ്നെസ് ഇഷ്ടമാണ്. ഡോക്ടർ മുരളീധരൻ പറഞ്ഞൊരു കാര്യം, ഗ്രീൻ പാസ്റ്ററിൽ കിടത്തിയ അതേ ഷെപ്പേർഡാണ് താഴ്വാരത്തിൽ കൊണ്ടുപോയ ദൈവം. അതേ ഷെപ്പേർഡാ ഈ ആടിനെ താഴ്വാരത്തിൽ കൊണ്ടുപോയത്. കാരണം സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു വന്ന് അതിന് ശക്തി കൂടിയപ്പോൾ ഷെപ്പേർഡിനറിയായിരുന്നു ഈ പാസ്റ്ററിൽ കിടന്ന ഇത് തളർന്നു പോകും. ഇത് തളർന്നു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ താഴ്വാരത്തിൽ കൊണ്ടുപോകണം. ഷീപ്പിന് അറിയത്തില്ല. ഷീപ്പ് നോക്കുമ്പോൾ എന്തോന്നാ? ഇറ്റ്സ് എ വാലി. ദൈവം കാത്തു സൂക്ഷിച്ചതാണെന്ന് ഉള്ള ഉറപ്പ് ആർക്കുണ്ടായിരിക്കണം? ഷെപ്പേർഡിന് ഉണ്ട്, ഷീപ്പിന് അറിഞ്ഞിരിക്കണം. ഷെപ്പേർഡിന് അറിയാം, എന്നെ പാസ്റ്ററിൽ വെച്ച അതേ ദൈവമാണ് എന്നെ മരണത്തിന്റെ താഴ്വാരത്തിൽ കൂടെ കൊണ്ടുവന്നത്. കാരണം ദിസ് ഇസ് ദ സ്കൂൾ, ദിസ് ഇസ് ദ പാത്ത് ടു റൈച്ചസ്നെസ്. നീതിബോധവും നീതിപാതയും മരണത്തിന്റെ താഴ്വാരത്തിൽ പഠിക്കുന്നതിന്റെ അത്രയും വേറെ എങ്ങും പഠിക്കത്തില്ല. You are clear that you are going to walk through the valley of death because the master is working to make you walk in the path of righteousness.
എബ്രായർ 12:1-7 വരെ. സമയത്ത് വായിക്കുന്നില്ല. അവിടെ പറയുന്നുണ്ട്, വാട്ട് ഡസ് ദ ലോർഡ് ഡു ടു മേക്ക് യു ഡിസിപ്ലിൻഡ്? ഹി മേക്സ് യു എൻഡ്യൂർ ഹാർഡ്ഷിപ്പ്. അങ്ങനെ പറയുന്നത് 12:5 പറയുന്നത്, the path of righteousness is for you to endure hardship. വേദനയില്ലാത്ത ക്രിസ്തീയ ജീവിതം ആഗ്രഹിക്കുന്നത് ഗോട്ടാ, ഷീപ്പല്ല. കാരണം ഇടയന്റെ വഴിയുണ്ട്. ആടിന്റെ വഴിയാണ്. എന്നോട് വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ ഞാൻ ഏത് വഴിയെ തിരഞ്ഞെടുക്കത്തുള്ളൂ? ഹൈവേ മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം എനിക്കൊരു നേതാവില്ല. എനിക്ക് പിന്നെ ദൈവത്തെ ആവശ്യം എന്തിനെന്നറിയോ? എന്റെ ഹൈവേയിലുള്ള വണ്ടിയൊക്കെ മാറണം. അതിനാ എനിക്ക് ദൈവത്തെ ആവശ്യം, ഇല്ലയോ? കാരണം ഈ ഹൈവേ കൂടെ പോകുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല. അതിന് എനിക്ക് എന്തോ വേണം? ഒരു നേതാവിനെ. എന്നാൽ എന്റെ ദൈവം താഴ്വരയുടെ ദൈവം. കഷ്ടതയിൽ കൂടെ എന്നെ പഠിപ്പിക്കുന്ന ഒരു ദൈവം. If you are going through trouble and pain, remember, he is guiding you in the path of righteousness. പറഞ്ഞു പോലെ. 3, my confidence. എന്താ എന്റെ കോൺഫിഡൻസ്? What is my confidence? എന്താ എന്റെ കോൺഫിഡൻസ്? എന്താ അവിടെ എഴുതിയിട്ടുണ്ട്? You are with me. You are with me. അടുത്തൊരു കാര്യം ഇമ്പോർട്ടന്റ്. നിന്റെ വടിയും your rod and your staff. What is your rod and staff? എന്താണ് റോഡും സ്റ്റാഫും? എനിക്ക് ഭീതി ഇല്ലാത്തതിന് കാരണം ഞാൻ തെറ്റിപ്പോയാ എനിക്ക് 2 കൂട്ട് കിട്ടും. ഞാൻ തെറ്റിപ്പോഴാത്തപ്പോ നന്നായി നടക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന കാര്യം. അതാ എന്റെ ബലം. എനിക്ക് ശത്രുവിനെ ഭയമില്ലാത്തതിന്റെ കാരണം, ശത്രു 2 കാര്യമേ ശ്രമിക്കത്തുള്ളൂ. ഒന്ന് എന്നെ കൊന്നുകളയോ, അല്ലെ എന്നെ നശിപ്പിച്ചു കളയോ, എന്നെ മോഷ്ടിച്ചു കളയോ. നശിപ്പിച്ചു കളഞ്ഞാൽ കരുതുന്ന ഒരു ദൈവം. ഞാൻ വീണ് പോയാൽ എനിക്ക് 2 തരുന്ന ദൈവം. പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? Then why should I fear? Because my trust is not in anything but in the rod and the staff of the Almighty. കാരണം എന്നെ നടത്തുന്നത് ആരാ? ശത്രുവല്ല, ഞാൻ തന്നെയല്ല, എന്റെ ഷെപ്പേർഡ്. എന്റെ ഷെപ്പേർഡിന്റെ എന്തുകൊണ്ട്? 2 സാധനമുണ്ട്. റോഡും ഉണ്ട്, സ്റ്റാഫ് ഇഷ്ടം എനിക്ക്. എനിക്ക് റോഡ് ഇഷ്ടമാണ്. പക്ഷെ 2 എന്റെ ബലമാണ്. 2 എന്റെ ബലമാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ എന്റെ കംഫർട്ട്? അതിന്റെ മേളിലത്തെ ഒരു വാക്യം, അന്നേരം എനിക്ക് ശത്രുവുണ്ട്. എനിക്ക് എന്തുണ്ട്? ശത്രുവുണ്ട്. ശത്രുവിനെ നശിപ്പിച്ചെന്നോട് എഴുതിയിട്ടുണ്ട്. അവൻ കാണുക എനിക്ക് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു ദൈവം. ആ പ്രിപ്പറേഷൻ എന്ത്? എനിക്ക് അഭിഷേകം. ഇന്ന് ഇവ പറഞ്ഞ ഒരു വലിയൊരു കാര്യം. On the day of redemption, I was anointed by the Holy Spirit. But let me not grieve because of the enemy, because my shepherd anoints me. You have anointed my head with oil. And I'm telling you, the greatest anointing happens in the midst of the greatest battle. Praise the Lord. The greatest anointing happens in the midst of the greatest battle. മരം വെട്ടുന്നവന്റെ കയ്യിലല്ലേ മഴ കൊടുക്കുന്നത്? കോവയ്ക്ക മുറിക്കാൻ മഴ കൊടുക്കും? പിച്ചാത്തിയെ കൊടുക്കത്തുള്ളൂ. The tool that നമുക്ക് എന്താ വേണം? മഴ വേണം. പക്ഷെ നമുക്ക് എന്താ മതി? കോവയ്ക്ക. When you're expecting a greater calling in a Christian life, you have greater challenges to face. You like the anointing of the Lord. If you are a sheep, you don't have to worry where you're walking, pasture or the valley. I recognize only one voice, that is the Almighty God's voice. Any other voice, I'll flee. I have a shepherd. What are the 4 things what we learned? I am content. I am content because of the quiet life that Lord has given. Praise the Lord. I don't want to be a goat.
എന്നെല്ലാരും പറഞ്ഞു I don't want to be don't want to be a goat. കൂട്ടത്തിൽ മിടുക്കനാകണ്ട. ഞാൻ ചെയ്തത് വിളിച്ചു പോകണ്ട. എന്റെ കർത്താവിന് മുമ്പാകെ എല്ലാ ഷീപ്പും കണ്ട ഒരേപോലെ. എല്ലാത്തിനെയും കണ്ട എല്ലാം തട്ടിയും മുട്ടിയും ഒക്കെ നടക്കുന്നത്. ഒന്നങ്ങോട്ട് തട്ടുമ്പോ അങ്ങോട്ട് പോയി, ഇതിങ്ങോട്ട് പോയത് ഒന്ന് പോയ എല്ലാം വെപ്രാളപ്പെടും. കാരണം these are fragile group of people. These are fragile group of people. We are fragile. We are fragile. We stray. But we are under the guidance of the great shepherd. ഇനി നിങ്ങളെ ബലപ്പെടുത്തുന്ന രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ട് let's say what does the shepherd do for us? John 10, യേശുവിന്റെ വാക്ക്, the words of Jesus. I'm just going to read some verses. മലയാളത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കുകയാണെങ്കിൽ chapter 10 verse 9 വായിച്ചിട്ട്. ഞാൻ വാതിലാകുന്നു, ആഹാ. ഇതിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മേച്ചിൽ കണ്ടെത്തുകയും പാസ്റ്റർ കണ്ടെത്തുകയും ചെയ്യും. If you come through Christ, you will live a content life. Verse 11. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ആഹാ. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. എന്തോ ഉണ്ടാകും? സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകും. 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാവുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. ഓഹോ, നോർത്ത് വായിക്കേ. The good shepherd lay down his life. ആർക്കാ? ഗോട്ടിനല്ല കൊടുത്തത്. ആർക്കാ കൊടുത്തത്? ഷീപ്പിനാ കൊടുത്തത്. 14-ാം വാക്യം. ഇടയൻ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. എന്തൊരു പവർഫുൾ വേഴ്സ്. That I know the sheep and the sheep knows me. 27 വാക്യം. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. 26 ഒന്ന് വായിച്ചേ. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല. അല്ല, കാരണം നിങ്ങൾ വിശ്വസിക്കാത്തതിന്റെ കാരണം you are not content in life. You don't like trouble. You are not confident in the Lord. You are not comforted because you are not my sheep. അതാ യേശു പറയുന്നത്. You are not my sheep. If you are my sheep, it says, hear my voice and I know them and follow me. I will give them eternal life and they will never perish. Oh, the powerful അടുത്ത വാക്യം. No one will snatch them out of my hand. We'll prepare for our holy communion. കർത്താവേ, എന്തൊരു കോൺഫിഡൻസ്. You are the shepherd. I am that vulnerable, fragile sheep in your hands. That no one can snatch me from your hands. Lord, we need God's people together. We are a flock, Lord. And we get nervous when someone goes away. We put our heads down. No horns up, no beard. Just the wool now. Divided lips where we know what to pick. And we lie down. We are content, Lord, we are clear. We are confident, Lord, we are comforted. Help us to be your sheep. The Lord is my shepherd. The Lord is My shepherd. And I am your sheep. and I am your sheep. In Jesus' name we pray. Amen. Amen.